സിജുവിന് ഇപ്പോൾ 23 വയസ്സായി. അവൻ്റെ കാലഘട്ടത്തിൽ ഓട്ടിസം എന്താണെന്ന് അറിയില്ല. ഓട്ടിസമുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുമില്ല. 12 വയസ്സിൽ ഇവന് ഭയങ്കര പ്രശ്നങ്ങൾ, ദേഷ്യം, വലിച്ചെറിയുക, ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുക, TV എറിഞ്ഞ് പൊട്ടിക്കുക, അക്രമങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പുറത്ത് ആളുകളൊക്കെ അറിയണം പറഞ്ഞിട്ടാണ് ഒരു യൂട്യൂബ് തുടങ്ങിയത്. ഇവനെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. കുക്കിംഗ് ഒക്കെ അന്ന് ചെയ്യുമ്പോൾ നമ്മൾ എണ്ണയൊഴിച്ച് ഒരു കടുക് പൊട്ടിക്കണമെങ്കിൽ അത് ചൂടാകേണ്ട വരെ താമസിക്കണം. ഇവനെ അപ്പം തന്നെ ഇടും. ആ ഇടുന്നതിന് വേണ്ടിയിട്ട് ഇവനിക്ക് ലേസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഒരു ലേസിന് 5 മുറിച്ചിട്ട് അതിൽ നിന്ന് ഒരു പീസ് കൊടുക്കും. അപ്പോൾ വന്നിങ്ങോട്ട് ഒടിച്ചിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് പിന്നെ ഇവനിക്ക് ചെറിയ മാറ്റങ്ങളായി, നല്ല മാറ്റങ്ങളായി. നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ഇതിൽ തക്കാളിയാണ് പറഞ്ഞു കൊടുക്കുക, അതിനെ മുറിപ്പിക്കും. മുളകാണ് പറയുക, അതിന് മുറിപ്പിക്കും, അതിന് മണം നോക്കും. അവൻ അതിൻ്റെ ചൂട് പിടിച്ചളക്കുമ്പോൾ അതിൻ്റെ ചൂട്, അതിൻ്റെ മണം, ഇതെല്ലാം ഇവനിക്ക് ഓട്ടോമാറ്റിക് അറിയാൻ തുടങ്ങി. പിന്നെ കുട്ടികൾ, നമ്മളിപ്പോൾ പല്ല് തേക്കാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ ഗ്ലാസ്സിലൊക്കെ ഫോട്ടോകളൊക്കെ പതിച്ചു കൊടുക്കുക. പല്ല് തേക്കണേൻ്റെയും ബ്രഷ് എടുക്കണേൻ്റെയൊക്കെ ഫോട്ടോ പതിച്ച് വെക്കുക. അതൊരു ബാത്റൂമിലാണെങ്കിൽ അവിടെ സോപ്പ്, ബാത്റൂം, ഡ്രസ്സ്, കുളിക്കണ ചിത്രങ്ങൾ, ക്ലോസറ്റ് ചിത്രങ്ങൾ, ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. അച്ഛനമ്മമാർ കൂടെ ഫുൾ ടൈം വർക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ പേരിൽ അച്ഛനമ്മമാരൊന്നും വഴക്കൂടാൻ പറ്റില്ല. പലവരും നിൻ്റെ പാരമ്പര്യമാണ്, അച്ഛൻ്റെ പാരമ്പര്യമാണ്, അമ്മൻ്റെ പാരമ്പര്യമാണ് എന്നൊക്കെ പറഞ്ഞ് വഴക്കൂടാറുണ്ട്. ഇത് ആരുടെയും പാരമ്പര്യമല്ല, അതൊക്കെ ഓരോരോ തിരിക്ക് തലയിൽ വീതിച്ചിട്ടുള്ള പല രീതി കൊണ്ട് വരുന്നതാണ്. അതിനൊക്കെ പല കാരണങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് എല്ലാ സമയത്തും എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് പ്രവർത്തിക്കണം.